നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് ജനുവരി 11. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എത്ര പേർക്ക് അതറിയാം എന്നറിയില്ല. ഇന്ന് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചരമദിനമാണ്. 1966 ജനുവരി 11 റഷ്യയിലെ താഷ്കൻഡിൽ വെച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി മരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയുമെല്ലാം ഏറെ വിശ്വസ്തനായ അനുയായിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായതും പിന്നീടാണ് അദ്ദേഹം ആഭ്യന്തര മന്ത്രിയാകുന്നതും. ഈ രംഗത്തെ മികവ് തന്നെയാണ് അദ്ദേഹത്തെ നെഹ്റുവിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കാനും കാരണം. തൻ്റെ 62ാമത്തെ വയസ്സിലാണ് ശാസ്ത്രിജി ഈ ലോകത്തോട് വിട പറയുന്നത്. ആ മരണം വാസ്തവത്തിൽ ഒരു സ്വാഭാവിക മരണമായിരുന്നോ എന്നത് ഇന്നും ഏറെ ചിന്തനീയമായ ഒന്നാണ്. പക്ഷേ ആ ദുരൂഹത ഇന്നും തുടരുന്നു എന്ന് മാത്രം. അതൊരു സ്വാഭാവിക മരണമായിരുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താനാകും. അതിനു മുമ്പ് എങ്ങനെയാണ് ശാസ്ത്രി മരിക്കുന്നത് എന്നുകൂടി പറയാം. ഇന്ത്യ പാക് സമാധാന ചർച്ചകളുടെ തുടർച്ചയായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കൻഡിലെത്തുന്നത്. ചർച്ചയിലെല്ലാം വളരെ സജീവമായിരുന്നു. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനുമായിരുന്നു. ഇന്ത്യ പാക് സമാധാന പ്രഖ്യാപനമെല്ലാം കഴിഞ്ഞ് രാത്രി ഏകദേശം 10 മണിക്ക് അത്താഴം കഴിച്ചു. അപ്പോഴും യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ അംബാസിഡർ ത്രിലോക്നാഥ് കൗളിന്റെ സ്വകാര്യ പാചകക്കാരൻ ജാൻ മുഹമ്മദ് പാചകം ചെയ്ത അത്താഴമാണ് കഴിച്ചത്. അദ്ദേഹത്തിന് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. രാത്രി 11 പ്രധാനമന്ത്രിയുടെ സ്വകാര്യ സേവകൻ രാംനാഥ് അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് പാൽ കൊടുത്തു. അത് കുടിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ശാസ്ത്രിജി തുടർച്ചയായി ചുമയ്ക്കാൻ തുടങ്ങി. ഉടനെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടർ ആർ എൻ ചുഗ് വന്ന് നോക്കി. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത്. ആശുപത്രിയിലേക്കുള്ള വഴിയിൽ മരിച്ചെന്നും ആശുപത്രിയിൽ വെച്ച് മരിച്ചെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതല്ല, ഇത് സംബന്ധിച്ച അന്വേഷണ കമ്മിറ്റി മുന്നിലേക്ക് വരുന്നതിന് മുമ്പ് ശാസ്ത്രിജിയുടെ മരണത്തിന് സാക്ഷികളായ സ്വകാര്യ സേവകൻ രാംനാഥിനും ഡോക്ടർ ആർ എൻ ചുഗിനും വാഹനാപകടങ്ങൾ സംഭവിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ദുരൂഹത. അവർ അന്വേഷണ സമിതിക്ക് മുമ്പാകെ മൊഴിയെടുക്കുന്നതിന് മുമ്പ് രണ്ടുപേരും ഒരുപോലെ എങ്ങനെ വാഹനാപകടത്തിൽ പെട്ടു എന്നത് തികച്ചും ദുരൂഹമാണ്. ഇക്കാര്യത്തിലെ സംശയം വർദ്ധിപ്പിക്കുന്നതുമാണ്. അത് രണ്ടും സ്വാഭാവികമാണെന്ന് വിശ്വസിക്കാൻ അരി ആഹാരം കഴിക്കുന്ന ആർക്കും സാധിക്കുകയുമില്ല. ഡോക്ടർ ചുഗിന്റെ കാർ ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ സരോജിനിയും മകൻ ശൈലേന്ദ്രനും ആ സ്പോട്ടിൽ വെച്ച് മരിച്ചു. തുടർന്ന് അന്വേഷണ സമിതിക്ക് മൊഴി നൽകുന്നതിന് മുമ്പ് ഡോക്ടർ ചുഗും മരിക്കുകയാണ് ഉണ്ടായത്. അത് സ്വാഭാവികമെന്ന് വയ്ക്കാം. എന്നാൽ ഇതേപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷി അദ്ദേഹത്തിന്റെ സ്വകാര്യ സേവകനായിരുന്ന രാംനാഥിനും സംഭവിച്ചു എന്നതാണ് സംശയം ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നത്. റോഡിലൂടെ സൈക്കിളിൽ പോകുമ്പോൾ അമിതമായി വേഗതയിൽ വന്ന ഒരു ട്രക്ക് അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. 2 കാലുകളും ഒടിഞ്ഞു എന്ന് മാത്രമല്ല, മസ്തിഷ്ക ക്ഷയം സംഭവിച്ച് ഓർമ്മ എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്തു. ഇതും സ്വാഭാവികമാണെന്ന് പറയാൻ എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നില്ല. കാരണം അന്വേഷണ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുക്കാൻ ഒരുങ്ങുകയായിരുന്നു ഈ 2 പേരും എന്നോർക്കണം. ഇതിനെക്കുറിച്ച് ഇതേ ദിശയിൽ അന്നൊരു അന്വേഷണം നടന്നില്ല എന്നത് വിചിത്രമാണ്. ശാസ്ത്രിക്ക് ശേഷം പ്രധാനമന്ത്രിയായി വന്ന ഇന്ദിരാഗാന്ധി അതിനൊട്ടും താല്പര്യം കാണിച്ചില്ല എന്നതാണ് വാസ്തവം. ഇനി മറ്റൊരു സംശയം പറയാം. ലാൽ ബഹദൂർ ശാസ്ത്രി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു. അതാണ് ഉണ്ടായത്. മൃതദേഹം നാട്ടിലെത്തിയപ്പോൾ മകന്റെ ശരീരത്തിൽ നീരിപ്പ് കണ്ട് ശാസ്ത്രിജിയുടെ അമ്മ രാംദുലാരി ദേവി മേരാ ബിജുവാക്ക ജാഹദ് ദേദിയെ എൻ്റെ മകന് വിഷം കൊടുത്തു എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. എന്നിട്ടും ഇതേക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടായില്ല എന്നത് തികച്ചും വിചിത്രമായി തോന്നുന്നൊരു കാര്യമാണ്. ഇനി മറ്റൊന്ന്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്ന ഒന്ന്, അദ്ദേഹത്തിന്റെ 3ാമത്തെ മകൻ സുനിൽ ശാസ്ത്രി പറഞ്ഞ ഒരു കാര്യമാണ്. മരണത്തിന് തൊട്ടുമുമ്പ് താൻ ഒരു പ്രത്യേക വ്യക്തിയെ ഉടൻ കാണാൻ പോകുന്നുവെന്ന് പിതാവ് തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് സുനിൽ ശാസ്ത്രി പറയുന്നത്. ആ വ്യക്തി ആരായിരുന്നു? സുനിൽ ശാസ്ത്രിക്കോ ലോകത്തിനോ അറിയാത്തൊരു കാര്യമാണത്. ആ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു എന്നാണ് പലരുടെയും നിഗമനം. കാരണം സുഭാഷ് ചന്ദ്രബോസിന്റെ അടിയുറച്ച അനുയായിയായിരുന്നു ശാസ്ത്രിജി. അദ്ദേഹം വിമാനാപകടത്തിൽ മരിച്ചുവെന്ന് ഒരിക്കൽ പോലും ശാസ്ത്രിജി വിശ്വസിച്ചിരുന്നില്ല. നേതാജിയെക്കുറിച്ചുള്ള സത്യങ്ങൾ കണ്ടെത്തുന്നതിൽ അദ്ദേഹം
അതീവ തൽപരരുമായിരുന്നു. എന്ന് മാത്രമല്ല, താഷ്കന്റിലെ ചർച്ചകളിലെല്ലാം ശാസ്ത്രിക്കൊപ്പം അജ്ഞാതനായ ഒരാളെ കാണുന്നുണ്ട്. പക്ഷേ ഈ താഷ്കന്റ് മാൻ ആരാണ് എന്ന് പലരും ചോദിച്ചെങ്കിലും വ്യക്തമായ ഉത്തരമില്ല. പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്ത് അങ്ങനെ ഏതെങ്കിലും അജ്ഞാതനായ ഒരാൾക്ക് ഒരിടം കിട്ടുക എന്നത് ചിന്തനീയമല്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ടയാൾ തന്നെയാണ്. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന സുഭാഷ് ചന്ദ്രബോസ് വേഷം മാറി സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നു എന്ന് അന്നും ഇന്നും പലരും വിശ്വസിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ അജ്ഞാതനായ താഷ്കന്റ് മാൻ ആരാണെന്ന് അറിയുന്നതിനായി ഇംഗ്ലണ്ടിലെ പ്രവാസി വ്യവസായിയായിരുന്ന സിദ്ധാർത്ഥ സഗ്ബായ് അന്നത്തെ വീഡിയോകളും ഫോട്ടോഗ്രാഫുകളുമെല്ലാം ഫേഷ്യൽ മാപ്പിങ്ങും ഇമേജറി വിശകലനവും നടത്താനായി ബ്രിട്ടീഷ് ആർമിയിലെ റോയൽ സിഗ്നൽസ് റെജിമെന്റിലെ പ്രമുഖനായ ഗവേഷകൻ നീൽ മില്ലറിന് നൽകിയിരുന്നു. താഷ്കന്റ് മനുഷ്യന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ഫോട്ടോകൾക്ക് അവിശ്വസനീയമായ വിധത്തിൽ മുഖസാദൃശ്യമുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. എന്ന് മാത്രമല്ല, തലയോട്ടിയുടെ റിനാൽ പരിശോധിച്ചതിലും സമാനതകളുണ്ടെന്ന് മില്ലർ റിപ്പോർട്ട് നൽകി. അതിനാൽ ബോസും താഷ്കന്റ് മനുഷ്യനും ഒരേ വ്യക്തി ആയിരിക്കാം എന്ന നിഗമനത്തിലാണ് നീൽ മില്ലറും സിദ്ധാർത്ഥ സഗ്ബായിയും എത്തുന്നത്. അപ്പോൾ മരണത്തിനു മുമ്പ് അദ്ദേഹം ലോകത്തെ അറിയിക്കാൻ ആഗ്രഹിച്ച ഈ അവിശ്വസനീയമായ വാർത്ത സുഭാഷ് ചന്ദ്രബോസ് ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ചായിരുന്നുവെങ്കിൽ അത് പലരുടെയും പ്രതിച്ഛായ തകർക്കുമായിരുന്നു. അപ്പോൾ അതിനെല്ലാം തടയിടാൻ വേണ്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നോ ശാസ്ത്രിജിയുടേത്? അറിയില്ല. അന്നും ഇന്നും പലരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും വിവേക് അഗ്നിഹോത്രിയുടെ ഒരു ബോളിവുഡ് ചിത്രമുണ്ട്, താഷ്കന്റ് ഫയൽസ്. ശാസ്ത്രിയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ അന്വേഷിക്കുന്നതാണ് ചിത്രം. നസീറുദ്ദീൻ ഷായൊക്കെ ഗംഭീരമായി അഭിനയിക്കുന്ന ചിത്രമാണ്. പക്ഷേ കാണാൻ കൊള്ളില്ല എന്നത് വേറെ കാര്യം. ഏറെ പ്രതീക്ഷയോടെ ഞാൻ പോയി കണ്ടിട്ട് ശപിച്ച് ഇറങ്ങിപ്പോന്ന ചിത്രമാണ്. ഒരു വിധത്തിലുള്ള ചരിത്രബോധവുമില്ലാതെ വെറും ഒരു ക്രൈം ത്രില്ലറായി നിർമ്മിച്ച ചിത്രം. അതവിടെ നിൽക്കട്ടെ, ഈ മരണം കഴിഞ്ഞിട്ടിപ്പോൾ ഏതാണ്ട് 6 പതിറ്റാണ്ടുകളിലേക്ക് അടുക്കുന്നു. ഒരുപക്ഷേ ആ മരണത്തിലെ ദുരൂഹത നീങ്ങിയാൽ ചരിത്രത്തിലെ പല ബിംബങ്ങളും ഉടഞ്ഞു പോകുമായിരുന്നു എന്ന് തോന്നുന്നു. ചരിത്രം പലപ്പോഴും സത്യങ്ങൾ കൊണ്ട് മാത്രമല്ല അസത്യങ്ങൾ കൊണ്ടുകൂടി നിർമ്മിക്കപ്പെട്ടതാണ് എന്നതാണ് യാഥാർത്ഥ്യം. ചിലപ്പോൾ ഇതൊക്കെ വെറും തോന്നലായിരിക്കാം, അല്ലേ? അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. ഏതായാലും നമുക്കിപ്പോൾ മറ്റു ദുരൂഹതകളെല്ലാം മറക്കാം. ഇന്നും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ മാത്രം ബാക്കി വെച്ച് മരണത്തിലേക്ക് നടന്നുപോയ നല്ലവനായ, ആർക്കും ഒരു എതിരഭിപ്രായവും പറയാനില്ലാത്ത ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെ നമുക്കിപ്പോൾ നന്ദിയോടെ ഓർമ്മിക്കാം. അപ്പോൾ ഇപ്പോൾ വിട. നന്ദി, നമസ്കാരം.